KG ഷൈനെതിരായ സൈബർ ആക്രമണ കേസിലെ പ്രതി CK ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ പോലീസ് പരിശോധിക്കുകയാണ്. പറവൂർ സിയുടെ നേതൃത്വത്തിലാണ് പരിശോധന. ഗോപാലകൃഷ്ണന്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കാനാണ് നീക്കം. SS ശരൺ വിവരങ്ങളുമായി. ശരൺ, ഇപ്പോൾ ഷൈനെതിരായ സൈബർ ആക്രമണം തുടങ്ങുന്നത് ഗോപാലകൃഷ്ണനിൽ നിന്നാണെന്നാണ് നേരത്തെ പരാതിയിൽ പറഞ്ഞിരുന്നപ്പോൾ എന്താണ് പോലീസ് നടപടി? സ്മൃതി, വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത്. നേരത്തെ മുനമ്പം DYSPയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നതാണ്. അതിൽ CA അടക്കമുണ്ടായിരുന്നു. അപ്പോൾ പറവൂർ CA അടക്കമുള്ളവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പരിശോധനകൾ നടക്കുന്നതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ 1 മണിക്കൂർ മുമ്പാണ് പരിശോധനകൾ ആരംഭിച്ചിരുന്നത്. ഈ പരിശോധനയിൽ വളരെ പ്രധാനപ്പെട്ട ഡിജിറ്റൽ ഡിവൈസുകൾ അടക്കം പിടിച്ചെടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അതായത് CK ഗോപാലകൃഷ്ണന്റെ മൊബൈൽ ഫോൺ അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ പോലീസ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും പരിശോധനകൾ തുടരുകയാണ്. നേരത്തെ 2 പ്രതികളാണ് ഈ കേസിൽ 2 പ്രതികളാണ് ഉള്ളത്. ഒന്ന് KM ഷാജഹാനാണ്. KM ഷാജഹാൻ 1-ാം പ്രതിയും കോൺഗ്രസിന്റെ പ്രാദേശിക കോൺഗ്രസ് നേതാവായ CK ഗോപാലകൃഷ്ണൻ 2-ാം പ്രതിയുമായിരുന്നു. ഇതിൽ CK ഗോപാലകൃഷ്ണൻ ഒളിവിൽ തുടരുകയാണ്. കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോയിരുന്നു. അപ്പോൾ അങ്ങനെ ഒളിവിൽ തുടരുന്ന ഇടയിലാണ് ഇയാളുടെ വീട്ടിലേക്ക് പോലീസ് സംഘം എത്തി പരിശോധന നടത്തിയത്. എന്തായാലും ഡിജിറ്റൽ ഉപകരണങ്ങൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇത് വലിയ തെളിവാണ് ഈ കേസിൽ. കാരണം ഇതിൽ നിന്നാണ് ഇനി വിവരങ്ങൾ കൂടുതലായി ശേഖരിക്കേണ്ടതുള്ളത്. CK ഗോപാലകൃഷ്ണൻ ഈ ഫോണിലൂടെയാണ് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടത് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതടക്കമുള്ള തെളിവുകളെല്ലാം തന്നെ ഈ മൊബൈൽ ഫോണിൽ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ഗോപാലകൃഷ്ണന്റെ പ്രതികരണം നമുക്ക് ലഭിക്കുന്നുണ്ടോ ശരൺ? സ്മൃതി, ഇതുവരെയും നമുക്ക് ഗോപാലകൃഷ്ണനെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. നേരത്തെ പലപ്പോഴായി, അതായത് ഈ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. ഇയാൾ എവിടെയാണെന്ന് ഇപ്പോഴും പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും പോലീസിനെ സംബന്ധിച്ച് ഒരു വശത്ത് ഗോപാലകൃഷ്ണനും KM ഷാജഹാനുമായിട്ടുള്ള അന്വേഷണം തുടരുമ്പോൾ തന്നെയാണ് തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ്. നേരത്തെ മെറ്റയിൽ നിന്ന്, അതായത് ഫേസ്ബുക്കിന്റെ മാതൃസ്ഥാപനമായ മെറ്റയിൽ നിന്ന് വിവരങ്ങൾ തേടുന്ന സാഹചര്യമുണ്ടായിരുന്നു. ആ വിവരങ്ങൾ ലഭിക്കാൻ കാലതാമസം എടുത്താൽ പോലും മറ്റു രീതിയിലുള്ള തെളിവ് ശേഖരണത്തിലേക്ക് പോലീസ് കടന്നിരിക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ പരിശോധനകൾ തുടരുന്നത്. ഈ പരിശോധനയിലാണ് ഇപ്പോൾ മൊബൈൽ ഫോൺ അടക്കം പിടിച്ചെടുത്തിരിക്കുന്നത്. ശരി, ശരണാണ് വിവരങ്ങൾ നൽകിയത്.